ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാൻ പിന്നെ കടുങ്കാപ്പിയൊക്കെ ആയിട്ട് പുറത്ത് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. ഇവിടെയാണ് ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്നത്. എഴുന്നേറ്റുന്ന സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച ചെടികളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഞാൻ കുറേ എണ്ണം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ വെയിലില്ലാത്തത് കൊണ്ട് അമ്മ ആ ചെടികളൊക്കെ എടുത്തുകൊണ്ട് നോക്കോളാൻ പറഞ്ഞു. ഇവിടെ ആകുമ്പം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചോളും. അവിടെ പിന്നെ റബ്ബർ തോട്ടത്തിന് നടുക്കായതുകൊണ്ട് ഒട്ടും തന്നെ വെയിലില്ല. അങ്ങനെ കാപ്പി പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറി കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നിട്ടു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചേട്ടായി ഈ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ആൾക്ക് കുറച്ച് ദിവസമായിട്ട് ജോലി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടാണ് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഞാനപ്പോഴത്തേനും ബാക്കി ക്ലീനിങ്ങും പരിപാടിയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെടിക്കൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തോടും ഒക്കെ ഞാൻ ചെടിക്കാട്ടോ കൊണ്ടിടുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ചെടികളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രി കറി വെച്ച പാത്രവും ചോറുണ്ടതും കഞ്ഞിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കഴുകാൻ വേണ്ടി ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് അപ്പുറത്തെ ബേബിയൊക്കെ ഇങ്ങോട്ട് വന്നത്. ബേബി രാവിലെ എൻ്റെ കൂടെ കയറി പോന്നു കേട്ടോ. ബേബിക്ക് പഴം വലിയ ഇഷ്ടമാണ്. അപ്പോൾ പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബേബിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നു. എൻ്റെ കൂടെ പിന്നെ പോരും കേട്ടോ. ഇപ്പോൾ എപ്പോഴും കണ്ട് ഞാൻ ഇതിലേ വിളിച്ചാലും പോരും. അതുകൊണ്ട് പകൽ സമയത്ത് ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ബേബീനെ എടുത്തുകൊണ്ട് വരും. കുറച്ച് നേരം ഇരുന്ന് ബേബിയുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. പുട്ടിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ചെറുപയറും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. പപ്പടം ഇല്ലായിരുന്നു. പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പപ്പടവും ചെറുപയറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ ഞാൻ പഴം കൂട്ടി ബേബിക്ക് കൊടുത്തു. കുറച്ച് ചെറുപയർ കൂട്ടി കൊടുത്ത് നോക്കിയപ്പം അതും കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പന്ത് കളിയായിരുന്നു കേട്ടോ. ഈ ഒരു ബോൾ ശ്രീക്കുട്ടനൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഐസ്ക്രീം മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിവിടെ ഉള്ളതുകൊണ്ട് ബേബി വരുമ്പോൾ ബേബിക്ക് ഇതാട്ടോ കളിക്കാൻ കൊടുക്കുന്നത്. വേറെ ഇവിടെ പിന്നെ അങ്ങനെ കളിപ്പാട്ട സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് ഞാൻ പിന്നെ പോയിട്ട് എല്ലാം അടിച്ച് വാരിയിടുന്നുണ്ട്. അങ്ങനെ വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചതിൻ്റെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി അടിച്ച് വാരുന്നുണ്ട്. ചേട്ടായി പിന്നെ ആ സമയത്ത് കിച്ചണിലെ ഡ്യൂട്ടി ആട്ടോ. പാത്രം കഴുകാനുണ്ടായിരുന്നത് ചേട്ടായി എടുത്ത് കഴുകി വെച്ചു. ഞാൻ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനുമാണ് ബേബി വന്നത്. പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ആ വിഴങ്ങി പോയി. അതുകൊണ്ട് ചേട്ടത് ഇവിടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ എല്ലാം അടിച്ച് വാരി ഇട്ടു. രണ്ടാളുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇതുപോലെ ഒരുമിച്ചായിരിക്കും ഞങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരാൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ക്ലീൻ ചെയ്യും. അങ്ങനെ രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പെട്ടെന്ന് പണിയൊക്കെ അങ്ങ് തീരും. അപ്പോൾ പാത്രം കഴുകി വെച്ചിട്ട് ആശൻ അടുപ്പത്ത് അരി ഇടുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് പിന്നെ എല്ലാ ടേബിളും പോയി തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹാളിലെ ടേബിളിൽ കിച്ചണിലെ ടേബിള് എല്ലാ ടേബിളും ഞാൻ മിക്ക ദിവസം ഈ ഒരു സംഭവം വെച്ചങ്ങ് തുടച്ചിടും. ഒരുവിധം പണിയൊക്കെ തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ സാധനം വാങ്ങാനായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്ത് പോകാനായിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ ടോപ്പ് ഇടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൈ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എടുത്തിട്ടത്. പിന്നെ ഹെയർ എന്നത്തെയും പോലെ പിന്നെ പോണി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ സ്കിൻ കെയർ നല്ലോണം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഫേസിൽ പിന്നെ അങ്ങനെ വലിയ കലാപരിപാടികളൊന്നുമില്ല. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ റെഡിയാവും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എൻ്റെ സ്കിൻ കെയറിലേക്ക് ആഡ് ചെയ്ത പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ന്യൂട്രിഡേമിൻ്റെ ഫോമിങ് ക്ലെൻസറാണ്. അതിൻ്റെ കൂടെ അവരുടെ ഐക്കോണിക് മോയ്സ്ചറൈസിങ് ലോഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എൻ്റെ ഈ ഒരു സ്കിന്നിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പഴയതിനേക്കാളൊക്കെ ഒത്തിരി മാറി ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ന്യൂട്രിഡേമിൻ്റെ ഫോമിങ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. ഒരുപാട് ഹാർഷായിട്ടുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് സ്കിന്നാകെപ്പാടെ ഡ്രൈ ആയി പോയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്ലെൻസറാണ് കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ഒന്നും ആക്കില്ല. ജെൻറ്റൽ ഫോർമുല ആണെങ്കിലും ഭയങ്കര സൂപ്പർ എഫക്റ്റീവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. പക്ഷേ നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറിനെ അത് കീപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആവത്തൊന്നുമില്ല. പക്ഷേ എക്സസ് ഓയിൽ, ഡേർട്ട്, മേക്കപ്പ് എല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമുക്കിങ്ങനെ വലിയുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതുപോലെ നമ്മുടെ സ്കിൻ ബാരിയർ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഇതിൽ നിയാസിനമൈഡ്, പാന്തനോൾ, വിറ്റമിൻ സി അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിൽ ബെസ്റ്റ് പാർട്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് പോലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടും. അതുപോലെ തന്നെ ഭയങ്കര ക്ലീൻ ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്വഭാവം കാണിക്കും. ചിലപ്പോൾ ഓയിലി, ചിലപ്പോൾ ഡ്രൈ ആവും. അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു
മോയ്സ്ചറൈസർ തപ്പി നടന്നപ്പോഴാണ് എനിക്ക് ഇതൊരെണ്ണം കിട്ടിയത്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. അതുപോലെ തന്നെ ഇതിൽ വിറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ റെഡ്നെസ്, ആഗ്നി സ്പോട്ട്സ് ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഏജിങ് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സൈൻസ് ഓഫ് ഏജിങ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫൈൻ ലൈൻസ്, സ്ട്രെച്ച് മാർക്ക് ഇതൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കാം ആയിരിക്കും. അതുപോലെ ഫുൾ ഡേ ഹൈഡ്രേഷനും കിട്ടും. പിന്നെ ഇത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി pH ബാലൻസ്ഡ് ആണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ന്യൂട്രിഡം ഇന്ത്യാസ് വെബ്സൈറ്റിലും അതുപോലെ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സ് വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആട്ടോ കട. എന്നാലും കടയിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഒരുങ്ങിയിട്ടൊക്കെ ഇറങ്ങാറുള്ളൂ. ഇവിടെ തൊട്ട് താഴെയൊക്കെ കടയുണ്ട്. പക്ഷെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് പോകും. പക്ഷെ ഒരുമിച്ച് കുറേയൊക്കെ വാങ്ങാനുള്ളപ്പം ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ തൂക്കിയെടുക്കാം. പച്ചക്കറി ആണെങ്കിലും കുറച്ചാണെങ്കിലും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. അതിൻ്റെ മാത്രം ബില്ല് നമുക്ക് വരുള്ളൂ. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് ഈ ഒരു റിലയൻസിൻ്റെ സ്മാർട്ട് പോയിലാട്ടോ ഞങ്ങൾ വരുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചെടുത്താൽ മതി, നോക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് വെച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചമുളക് ദേ എടുക്കുന്നുണ്ട്. എത്ര അതൊന്നും അളവൊന്നും അറിയില്ല കേട്ടോ. കൈ കിട്ടുന്ന പോലെ വേണ്ടത്ര അങ്ങ് എടുക്കും. ചിലപ്പോൾ 100 ഗ്രാമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു ക്യാബേജ് ഉണ്ട്. അപ്പോൾ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എന്തുണ്ടാക്കണമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് പിന്നെ വാങ്ങിയില്ല കേട്ടോ. ഇതിനെന്താ പേര് പറയണമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ കൊറിയൻ സീരീസ് കാണുമ്പം എപ്പോഴും അവർ ഈ ഒരു സംഭവം വെച്ചിട്ട് കുക്ക് ചെയ്യണമെന്നൊക്കെ കാണാം. വാങ്ങി എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ പിന്നെ ഞങ്ങൾ കവറൊന്നും വാങ്ങിയില്ല. കവറിന് എക്സ്ട്രാ ബില്ല് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളതിങ്ങനെ കയ്യിൽ തന്നെ വാങ്ങി. ചേട്ടൻ കുറച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ചെറിയ ബില്ലുള്ളൂ കേട്ടോ. 15 രൂപ, 10 രൂപ അങ്ങനെ കുറച്ചേ ഉള്ളൂ. ചില സാധനങ്ങൾ ഓഫറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിങ്ങനെ പച്ചക്കറി വാങ്ങുന്നത്. അങ്ങനെ വന്ന പാടെ തന്നെ ഞാനൊരു പുതിയ ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതുവരെ കത്രിക്ക മേടിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ സാമ്പാർ കൂട്ടിലാണ് ആകെപ്പാടെ കത്രിക കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇത് സെപ്പറേറ്റ് ഞങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് കത്രിക്ക വെച്ചിട്ടുള്ള ഒരു ഡിഷ് എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കത്രിക്ക ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിനകത്ത് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ കുറച്ച് കാശ്മീരി കുറച്ച് അല്ലാത്ത മുളക് ഇടുന്നുണ്ട്. അല്ലാത്ത മുളക് ഇട്ട് കഴിഞ്ഞാൽ അത്ര എരിവ് കഴിക്കില്ല. അതുകൊണ്ട് 2 മുളകും കൂടി മിക്സ് ചെയ്തിരുന്നുണ്ട്. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മുളക് വീണായിരുന്നോ എന്ന് പിന്നെ എനിക്ക് സംശയം തോന്നി. വീഡിയോ കണ്ടപ്പോൾ അവരുടെ അടുത്ത് കുറച്ചുകൂടെ റെഡിഷ് ആയിട്ടായിട്ട് വരുന്നത്. ഇനി എൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ പാകമൊന്നും അങ്ങ് മനസ്സിലായില്ല. പിന്നെ കുറച്ച് സവോള അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കത്രിക മറ്റേ സൈഡ് മൊരിഞ്ഞ് വന്നു. അതിനെ തലയും കുത്തി മറിച്ചിടുന്നുണ്ട്. എന്നിട്ട് ദേ കുറച്ച് വറ്റമുളക് ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പാത്രത്തിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതാണ് കുറച്ച് പുകയും തീയൊക്കെ വരുന്നത്. എന്നിട്ട് സവോളയും വഴറ്റി അതിലേക്ക് കത്രിക്കയും വറ്റമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി എടുക്കുന്നുണ്ട്. അവരുടെ വീഡിയോയിൽ വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരുന്നു. വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് അതിട്ടില്ല. വെളുത്തുള്ളി വാങ്ങാൻ മറന്നുപോയി. പിന്നെ കുറച്ച് പുതിനയും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞെരടി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറച്ചുകൂടെ കത്രിക്ക ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാക്കുന്നു. ആകെ 3 കത്രിക മേടിച്ചതിൽ ഒരെണ്ണം വെച്ചിട്ട് ട്രൈ ചെയ്തുള്ളൂ കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ കുറേയും കൂടി ഉണ്ടാക്കി നോക്കണം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുമായിരിക്കും. അപ്പം ഇന്നലത്തെ ചക്കക്കുരു ചാറ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതും ചൂടാക്കിയെടുത്ത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചേരം വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് എനിക്കൊരു ഗസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരുങ്ങാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഹെയർ സ്റ്റൈൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളിലുള്ള ഈ ഒരു റൂമാണ് കേട്ടോ നമ്മൾ സ്റ്റുഡിയോ ആക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊന്നും ആയില്ല എന്നുണ്ടെങ്കിലും ഇവിടെ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറച്ച് നേരം പുറത്ത് പോയിരിക്കായിരുന്നു കേട്ടോ. ചേട്ടായി വീട് വരെ ഒന്ന് പോയതായിരുന്നു. അപ്പോഴത്തേക്കും ബേബിയൊക്കെ ഇറങ്ങി വന്നിരുന്ന് കളിക്കുകയായിരുന്നു. ബേബിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അപ്പുറത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി വിളിച്ച്. എന്നാൽ പിന്നെ താഴെ പോയിട്ട് ചായ കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ട് താഴത്തെ ബേക്കറി ആട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അല്ലാത്ത സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി വരാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാട്ടോ ഇവിടെ ചായ കുടിക്കാൻ
വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും കോഫി മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോഫി മേടിച്ച് ഞാൻ പിന്നെ ഇലയുടെയാണ് കഴിക്കാൻ മേടിച്ച്. കുറേ നാളായി ഈ സാധനം വാങ്ങിച്ചിട്ട്. ഇത് മറ്റേ കുമ്പിളപ്പം നാട്ടോടെ പറയുന്നത്, പൂച്ചപ്പം എന്നൊക്കെ ഞങ്ങൾ പറയും, എന്നാലും കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡീസൻ്റായിട്ട് കുമ്പിളപ്പം എന്ന് പറയും. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ മേളിൽ സ്റ്റെപ്പിൽ പോയി ഇരിക്കുകയായിരുന്നു. പിള്ളേർ അവിടെ നിന്ന് കോലിമിഠായൊക്കെ തിന്നുകൊണ്ട് കളിക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റെപ്പിലിരിക്കലാണ് പണി. അപ്പോൾ ചേട്ടായി പുറത്ത് പോയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. ചായ കുടിക്കാൻ നേരം കേട്ടോ ആശാൻ ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. വന്നപ്പോഴത്തേക്കും വിശക്കുവാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി. അങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും എന്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി നൂഡിൽസ് വാങ്ങിയിട്ട്. അങ്ങനെ നൂഡിൽസ് അധികം വാങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോഴത്തേക്കും അങ്ങ് വാങ്ങിയതാട്ടോ. അപ്പം അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പിന്നെ പോയിട്ട് വായിക്കാമെന്ന് വിചാരിച്ചു. ഈയിടെയായിട്ട് വീണ്ടും വായനാശീലമൊക്കെ തുടങ്ങിയിട്ടോ. ഇത് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 3 വർഷം മുന്നേ വാങ്ങിയ ബുക്കാണ് ഹാഫ് ഗേൾ ഫ്രണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങി. വായിച്ചിട്ട് കുറച്ച് വാക്കുകളൊക്കെ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഈ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് നിന്നുപോയി. ഇപ്പോൾ വീണ്ടും അതങ്ങ് തുടങ്ങി. അപ്പം എനിക്കറിയില്ലാത്ത കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ അത് ഗൂഗിൾ ചെയ്ത് അതിങ്ങനെ മനസ്സിലാക്കും. ഞാനിങ്ങനെ കൊറിയൻ സീരീസ് കാണുന്ന സമയത്തും അങ്ങനെയാണ് കേട്ടോ. ഇത് 2-3 വർഷം മുന്നേ വാങ്ങിയോണ്ട് തന്നെ ഫുൾ ചെതലരിച്ചു പോയി. വീട്ടിലിരിക്കായിരുന്നു. ഞാൻ പിന്നെ പോയിട്ട് എടുത്തോണ്ട് ഞാൻ കുറച്ച് വായിച്ചിട്ട് എന്തോ എനിക്കങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ വെച്ചു. ഇംഗ്ലീഷ് പഠിക്കാനെന്ന് പറഞ്ഞ് പണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം ചേട്ടായി വായിച്ചിട്ടുണ്ട്. നല്ല കഥയാണെന്ന് പറഞ്ഞ് എന്നോട് ഇതിൻ്റെ ഇംഗ്ലീഷ് വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇപ്പം വായിച്ചു തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കി വായിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഞാൻ പണ്ട് ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് അത്ര അങ്ങ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1-2 വാക്കുകളൊക്കെ അങ്ങനെ ഒരു പേജിൽ നിന്ന് മനസ്സിലാവാറില്ലാത്തുള്ളൂ. കൊറിയൻ സീരീസ് കാണുമ്പോഴും ഞാൻ ഇങ്ങനെ അറിയാത്ത വാക്കുകളൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കാണും കേട്ടോ. അപ്പം എനിക്ക് അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 3 യൂണിറ്റൊക്കെ ഞാൻ വായിച്ചിട്ട് പിന്നെ നിർത്തിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കിച്ചണിൽ വെച്ചിരിക്കുന്ന പുതിനയാണ്. പുതിന വാങ്ങിച്ച സമയത്ത് വെറുതെ കുത്തി വെച്ചിരുന്ന കേട്ടോ. പക്ഷെ അത് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ആശാൻ കറി വെക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകിയിട്ട് കുളിക്കാമെന്ന് ഓർത്തു. എനിക്ക് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകാൻ ഭയങ്കര മടിയാണ്. മിക്കവാറും ദിവസങ്ങളിൽ ചിലപ്പോൾ പാത്രം അതായിരിക്കും നിരന്ന് കിടക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാൻ മടിയാട്ടും. അതുകൊണ്ട് എല്ലാ പണിയും തീർത്തിട്ടേ മിക്കവാറും ഞാൻ കുളിക്കാറുള്ളൂ. ചേട്ടാ അങ്ങനെ തന്നെയാണ്. കുക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും 2 ബാത്റൂമുള്ളതുകൊണ്ട് 2 ബാത്റൂമിലും കയറും. അങ്ങനെ ഞാൻ പാത്രം ഫുള്ള് കഴുകി സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ഒരു ട്രിപ്പ് കഴുകിയതാണെങ്കിലും ഞങ്ങൾ പാത്രം ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പാത്രം എടുക്കും. ഞങ്ങൾ രണ്ടാളും അതെ. അരിഞ്ഞു വെക്കാനൊരു പാത്രം ഉണ്ടാവും, പിന്നെ കടുക് പൊട്ടിക്കാനും വേവിക്കാനും ഒക്കെ പല പല പാത്രങ്ങളാട്ടോ. എന്നിട്ട് കുറച്ച് പാത്രം ഉള്ളെങ്കിലും എല്ലായിടത്തും ഇവിടെ നിരത്തും. പിന്നെ കഷ്ടപ്പെട്ടിരുന്ന് ഇങ്ങനെ കഴുകും. ഇവിടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് പാത്രം കഴുകാനൊക്കെ നല്ല ഇഷ്ടമാട്ടോ. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊന്നും മടിയില്ല. അങ്ങനെ ഞങ്ങൾ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടാ പിന്നെ വെറുതെ എൻ്റെ തലയിരുന്ന് നോക്കി തരുന്നുണ്ട്. ഇടയ്ക്ക് മസാജ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോയിരിക്കുന്നതാണ്. ഇന്ന് മസാജ് ചെയ്യാതിരുന്നപ്പോഴത്തേക്കും വെറുതെ ഇരുന്ന് തല നോക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനിവിടെ കുറച്ചേരം സുഖിച്ചിരിക്കാമെന്ന് വിചാരിച്ചങ്ങ് ഇരുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാളും പിന്നെ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു. എന്നിട്ട് ആ ഫുഡ് കഴിക്കുന്നുണ്ട്. എപ്പോഴും അകത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് വൈകുന്നേരം നമുക്ക് പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു. വൈകുന്നേരം ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ രസമാണ്. രാത്രി ഇവിടെ ഇരുന്ന് തണുപ്പടിച്ചിട്ടാണോന്ന് അറിയില്ല, എൻ്റെ സൗണ്ട് നല്ലോണം അടഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.